കൂടിയാണ് നിലമ്പൂർ മമ്പാട് കുളിക്കലിൽ കാട്ടുപന്നി ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക് പറ്റി. ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആദ്യം നമുക്ക് ചില പ്രതികരണങ്ങൾ ലഭ്യമാണ് അതിലേക്ക്. ഇന്നലെ മമ്പാട് നടുക്കാട് ഭാഗത്തേക്ക് ഒരു പന്നി ഒരു സ്ത്രീനെയും 2 ആളുകളെ ആക്രമിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവർ 2 പേര് തോട്ടിലേക്ക് കുളിക്കാൻ പോകുന്ന സമയത്ത് ആക്രമിക്കുകയായിരുന്നു. അത് ഒരാൾക്ക് ഇവിടെ കബീർ എന്ന് പറഞ്ഞാൽ കാര്യമായ ഇഞ്ചുറി ഉണ്ട്. ഒരാളെ യൂനിസ് എന്ന് പറഞ്ഞ ആളെ സ്വകാര്യ ആശുപത്രിയിൽ ഇവിടെ മമ്പാട് പ്രവേശിച്ചിട്ടുണ്ട്. ഈ പരിസരത്ത് നിന്ന് തന്നെ പല പ്രാവശ്യം പന്നികൾ കുട്ടികളെയും പലരെയും ആക്രമിച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചുകുട്ടികൾ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന വഴിയാണ്. പല സമയത്ത് അവിടെ കാട്ടാനകളെ ശല്യം എല്ലാം ഉണ്ട്. നെൽമുറിനോട് തൊട്ട് പ്രദേശമായതുകൊണ്ട് കാട്ടാനകളെ ശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര രീതിയിലാണ്. ഞങ്ങൾ അധികാരിയിലേക്ക് പരാതി പല പ്രാവശ്യം കൊടുത്തിട്ടും ഇതുവരെ ഒരു കാര്യമായ പരിഗണനയോ പ്രതിവിധിയോ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, ഈ ആക്രമണം എപ്പോഴാണ് ഉണ്ടാകുന്നത്? പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ? ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. 2 പേർക്കാണ് പരിക്കേൽക്കുന്നത്. മമ്പാട് കൂളിക്കൽ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ 2 പേര് തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. കബീർ, യൂനിസ് എന്ന് പറയുന്ന 2 പേർക്കാണ് പരിക്കേൽക്കുന്നത്. ആ സമയം കാട്ടുപന്നി ഓടി ഇവർക്ക് നേരെ പാഞ്ഞെടുത്ത് ആക്രമിക്കുകയായിരുന്നു. യൂനിസിന് നിസ്സാരമായ പരിക്കുകളാണുള്ളത്. കബീറിന്റെ പരിക്ക് കുറച്ചുകൂടെ സാരമാണ്. പക്ഷേ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ ഇതേ പ്രദേശത്ത് 2 കിലോമീറ്റർ മാറി മമ്പാട് നടുവക്കാട് എന്ന പ്രദേശത്ത് 3 പേരെ കാട്ടുപന്നി ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിരന്തരമായി ഇത്തരത്തിൽ ഈ മേഖലയിൽ കാട്ടുപന്നിയുടെയും കാട്ടാനയുടെയും ഒക്കെ ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് മമ്പാട് പ്രദേശത്തുണ്ട് എന്നതിന്റെ ഉദാഹരണമായി കൂടിയാണ് ഈ 2 സംഭവങ്ങൾ കൂടി വരുന്നതെന്ന് നാട്ടുകാർ രോഷാകുലരായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂരിന്റെ പ്രശ്നം കാണേണ്ടവർ കാണണമെന്ന് നാട്ടുകാർ പറഞ്ഞുകൂടി വെക്കുകയാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ. അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്.